റോണ്ട ബേൺ എഴുതിയ ദി പവർ. ഏതൊരു മനുഷ്യനും ജീവിതത്തിലുടനീളം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങൾ ഒന്നു തന്നെയാണ്. സന്തോഷം എവിടെയാണ്? സമാധാനം എങ്ങനെ ലഭിക്കും? സമൃദ്ധിയും ആരോഗ്യവും സ്നേഹവും ജീവിതത്തിൽ സ്ഥിരമായി എങ്ങനെ നിലനിർത്താം? ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും മതങ്ങളും ദാർശനിക ചിന്തകളും ശാസ്ത്രപരമായ അന്വേഷണങ്ങളും ഈ ചോദ്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് വളർന്നത്. എന്നിട്ടും മനുഷ്യൻ ഇന്നും അസന്തുഷ്ടിയിലും പേടിയിലും ആശങ്കയിലും കുടുങ്ങിക്കിടക്കുകയാണ്. എന്താണ് കാരണം? ഒരു പുതിയ സിദ്ധാന്തം ഇവിടെ അവതരിപ്പിക്കുന്നില്ല. മറിച്ച് മനുഷ്യൻ മറന്നുപോയ അല്ലെങ്കിൽ അവഗണിച്ചു പോയ ഒരു അതിപുരാതന സത്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ശക്തി സ്നേഹമാണ്. സ്നേഹം ഒരു വികാരമോ ബന്ധമോ മാത്രമല്ല, അത് സൃഷ്ടിയുടെ അടിസ്ഥാന ശക്തിയാണ്. അതാണ് ജീവിതത്തിന്റെ തുടക്കം, വളർച്ച, സമ്പൂർണത. ലോകം സൃഷ്ടിക്കപ്പെട്ട നിമിഷം മുതൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് സ്നേഹം. പ്രകൃതിയിൽ എല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ടു നിൽക്കുന്നത് സ്നേഹത്തിന്റെ ഈ ആന്തരിക ആകർഷണത്തിലൂടെയാണ്. ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നതും ഒരു വിത്ത് മണ്ണിനുള്ളിൽ നിന്ന് മുള പൊട്ടുന്നതും ഒരു അമ്മ കുഞ്ഞിനെ ചേർത്തു പിടിക്കുന്നതും എല്ലാം ഒരേ ശക്തിയുടെ പ്രകടനങ്ങളാണ്. എന്നാൽ മനുഷ്യൻ ഈ സത്യത്തെ ഒരു വികാര പരിധിയിലൊതുക്കി. സ്നേഹത്തെ ദുർബലതയായി പോലും പലരും കരുതി. അതുകൊണ്ടാണ് അതിൻ്റെ യഥാർത്ഥ ശക്തി മനുഷ്യൻ തിരിച്ചറിയാതെ പോയത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവനിൽ ഭയമില്ല, ദ്വേഷമില്ല, അസൂയയില്ല. അവൻ ശുദ്ധമായ സ്നേഹാവസ്ഥയിലാണ് ജീവിക്കുന്നത്. അവൻ്റെ കണ്ണുകളിൽ തുറന്ന വിശ്വാസമുണ്ട്, അവൻ്റെ ചിരിയിൽ നിർമ്മലതയുണ്ട്. എന്നാൽ വളരുന്നതിനൊപ്പം സമൂഹം അവനെ പഠിപ്പിക്കുന്നതും അനുഭവങ്ങൾ അവനെ രൂപപ്പെടുത്തുന്നതും എല്ലാം കൂടിച്ചേരുമ്പോൾ ആ സ്വാഭാവിക സ്നേഹാവസ്ഥയിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങുന്നു. നിരസിക്കപ്പെടുമോ എന്ന ഭയം, പരാജയപ്പെടുമോ എന്ന ആശങ്ക, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനുള്ള ത്വര, ഇതെല്ലാം ചേർന്ന് മനുഷ്യനെ സ്നേഹത്തിൽ നിന്ന് ഭയത്തിലേക്ക് മാറ്റുന്നു. മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഈ ഒരു മാറ്റമാണ്, സ്നേഹത്തിൽ നിന്ന് ഭയത്തിലേക്കുള്ള വീഴ്ച. ഭയം മനുഷ്യനെ ചുരുക്കുന്നു, അവനെ പ്രതിരോധത്തിലാക്കുന്നു, അവൻ്റെ ചിന്തകളെ നെഗറ്റീവാക്കുന്നു. ഭയത്തിൽ നിന്ന് ഉയരുന്ന ചിന്തകൾ ഒരിക്കലും സമൃദ്ധിയിലേക്കോ സമാധാനത്തിലേക്കോ നയിക്കില്ല. അതേസമയം സ്നേഹത്തിൽ നിന്ന് വരുന്ന ചിന്തകൾ സ്വാഭാവികമായി സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവും ആകർഷിക്കുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ യാദൃശ്ചികമല്ല. നമ്മൾ ഉള്ളിൽ പുലർത്തുന്ന വികാരാവസ്ഥകളുടെ പ്രതിഫലനമാണ് പുറത്തുള്ള അനുഭവങ്ങൾ. ഒരാൾ സ്ഥിരമായി പരാതിപ്പെടുകയും അസന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. അത് സ്വാഭാവികവുമാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. കാരണം പ്രതികൂല സാഹചര്യങ്ങൾക്ക് അവൻ മുൻതൂക്കം കൊടുക്കുന്നു. അതുപോലെ നന്ദിയോടെയും സ്നേഹത്തോടെയും നിറഞ്ഞ മനസ്സോടെയും ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ സ്വാഭാവികമായി വരുന്നു. ദ സീക്രട്ട് എന്ന പുസ്തകത്തിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ആശയം ലോക പ്രശസ്തമായി. അതിൻ്റെ അടിത്തറയിലേക്ക് പോകുമ്പോൾ ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത് ചിന്തകളിലൂടെ മാത്രമല്ല, വികാരങ്ങളിലൂടെയും കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വികാരങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് സ്നേഹം. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും പിന്നിലെ യഥാർത്ഥ ശക്തി. സന്തോഷം പുറത്തുനിന്നു വരുമെന്നാണ് മനുഷ്യൻ സാധാരണയായി വിശ്വസിക്കുന്നത്. കൂടുതൽ പണമുണ്ടായാൽ, നല്ല ജോലി കിട്ടിയാൽ, നമുക്ക് ചുറ്റുമുള്ളവർ മാറിയാൽ, സാഹചര്യങ്ങൾ അനുകൂലമായാൽ അപ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത് എന്ന ചിന്തയാണ് പൊതുവെ ആളുകൾക്കുള്ളത്. പക്ഷേ അത് പൂർണ്ണമായും ശരിയല്ല. സന്തോഷം ഒരു ഫലമല്ല, ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നതാണ്. നിങ്ങൾ ഉള്ളിൽ സന്തോഷവാനായാൽ മാത്രമേ പുറത്തെ ലോകം സന്തോഷകരമായി നിങ്ങൾക്ക് അനുഭവപ്പെടൂ. ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് ലോകത്തെ മാറ്റേണ്ടതില്ല, മറ്റുള്ളവരെ നിയന്ത്രിക്കേണ്ടതില്ല, കഴിഞ്ഞ കാലത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, നിങ്ങളുടെ ഉള്ളിലെ സ്നേഹാവസ്ഥയിലേക്ക് തിരിച്ചു വരിക. നിങ്ങൾ ആരാണെന്ന് ഓർമ്മിക്കുക. ഭയത്തിലൂടെയല്ല, സ്നേഹത്തിലൂടെ ജീവിക്കുക. ഇതുവരെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചതെല്ലാം തെറ്റായിരിക്കാം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മൾ ശക്തിയെന്നു കരുതിയത് പദവികളിലോ സമ്പത്തിലോ നിയന്ത്രണത്തിലോ ആയിരുന്നെങ്കിൽ യഥാർത്ഥ ശക്തി അതിലൊന്നുമല്ല. യഥാർത്ഥ ശക്തി സ്നേഹത്തിലാണ്.
അത് നഷ്ടപ്പെടുന്ന നിമിഷമാണ് മനുഷ്യൻ ദുർബലനാകുന്നത്. നിങ്ങൾ സ്നേഹമാണ്, നിങ്ങൾക്ക് സ്നേഹം കണ്ടെത്തേണ്ടതില്ല, അത് നിങ്ങൾ തന്നെയാണ്. ഈ സത്യം പൂർണ്ണമായി അംഗീകരിക്കുന്ന നിമിഷം ജീവിതം സ്വാഭാവികമായി മാറിത്തുടങ്ങും. സംഘർഷങ്ങൾ അകലും, ഭയം കുറയും, സമാധാനം വർദ്ധിക്കും. കാരണം നിങ്ങൾ പ്രകൃതിയുടെ ഏറ്റവും ശക്തമായ നിയമത്തോടൊപ്പം ഒഴുകാൻ തുടങ്ങും. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യൻ മറന്നുപോയ തൻ്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. സ്നേഹമാണ് ആരംഭം, സ്നേഹമാണ് വഴി, സ്നേഹമാണ് ലക്ഷ്യം. ഈ തിരിച്ചറിവാണ് നമ്മെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്നത്. കണ്ണിന് മുന്നിലുണ്ടായിരുന്ന സത്യം, ഹിഡൻ ഇൻ പ്ലെയിൻ സൈറ്റ്. ജീവിതത്തെ മുഴുവനായി മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തി മനുഷ്യന്റെ കൈവശം തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും അവനത് കാണാതെ പോയി എന്നതാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം. അതൊരു രഹസ്യമായി ഭൂമിയുടെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു കാര്യമൊന്നുമല്ല. ആരും കണ്ടെത്താത്ത ഒരു അത്ഭുത സൂത്രവാക്യവും ആയിരുന്നില്ല. മറിച്ച് അത് മനുഷ്യനെ ദിവസേനയുള്ള അനുഭവങ്ങളിൽ, ഭാഷയിൽ, ബന്ധങ്ങളിൽ, മതഗ്രന്ഥങ്ങളിൽ, കലകളിൽ എല്ലായിടത്തും വ്യക്തമായി നിലകൊണ്ടിരുന്നു. എന്നാൽ മനുഷ്യൻ അതിനെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു. അതാണ് ഹിഡൻ ഇൻ പ്ലെയിൻ സൈറ്റ്, കണ്ണിനു മുന്നിലുണ്ടായിരുന്നിട്ടും കാണാതെ പോയ സത്യം. മനുഷ്യൻ എപ്പോഴും ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഈ ഗവേഷണം അവനെ ദൂരെ ദൂരെ കൊണ്ടുപോയി. മലമുകളിലേക്കും മരുഭൂമികളിലേക്കും, ഗുരുക്കന്മാരുടെ പാദങ്ങളിലേക്കും ശാസ്ത്രശാലകളിലേക്കും. എന്നാൽ അവൻ ആ അർത്ഥം അന്വേഷിച്ചത് എപ്പോഴും പുറത്തെ ലോകത്തായിരുന്നു. അവന്റെ ശ്രദ്ധ അകത്തേക്കു തിരിയാതെ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. ഈ തെറ്റായ ദിശയാണ് അവനെ യഥാർത്ഥ ശക്തിയിൽ നിന്ന് അകറ്റിയത്. എത്രയോ കാലമായി അവൻ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് അവനിപ്പോൾ പുതിയതായി കേൾക്കുന്നത് പോലെ അനുഭവപ്പെടുന്നത്. സ്നേഹം എല്ലാത്തിനും അപ്പുറമാണ്, സ്നേഹത്തിലൂടെയാണ് മോചനം, സ്നേഹമാണ് ദൈവം. ഇത്തരത്തിലുള്ള വാക്യങ്ങൾ മനുഷ്യൻ ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ അവയെ ഗൗരവമായി എടുത്തില്ല. അവയെ മതപരമായ പ്രസ്താവനകളായോ കവിതാസമാനമായ ആശയങ്ങളായോ ഒതുക്കി. ഒരു കാൽപ്പനികത മാത്രമായിരുന്നു മനുഷ്യൻ അതിലെല്ലാം കണ്ടത്. സ്നേഹത്തെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി കാണാൻ മനുഷ്യൻ തയ്യാറായില്ല. സ്നേഹം ഒരു വികാരം മാത്രമല്ല, അതൊരു നിയമം കൂടിയാണ്. പ്രകൃതിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു സിദ്ധാന്തം. ഭൂമിയിൽ എല്ലാത്തിനും ഒരു പ്രതികരണമുണ്ടെന്ന് പറയുന്നത് പോലെ മനുഷ്യന്റെ വികാരങ്ങൾക്കും അതേ നിയമം ബാധകമാണ്. മനുഷ്യൻ സ്നേഹത്തോടെ ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അതേ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ തിരിച്ചെത്തുന്നു. ഇതൊരു വിശ്വാസ വിഷയം മാത്രമല്ല, പ്രവർത്തിക്കുന്ന ഒരു നിയമം കൂടിയാണ്. മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ പിഴവ് തൻ്റെ ശക്തിയെ പുറത്തെ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ചതാണ്. സന്തോഷം പണത്തിലാണെന്ന് അവൻ കരുതി. മറ്റുള്ളവർ മാറുമ്പോഴാണ് തനിക്ക് സമാധാനം ലഭിക്കുക എന്നവൻ വിചാരിച്ചു. ജോലി, പദവി, അധികാരം എന്നിവയിൽ നിന്ന് സുരക്ഷ ലഭിക്കുമെന്ന് അവൻ കരുതി. അങ്ങനെ അവൻ തൻ്റെ ശക്തിയെ എല്ലായ്പ്പോഴും പുറത്തുള്ള ഘടകങ്ങൾക്ക് കീഴ്പ്പെടാനായി വിട്ടുകൊടുത്തു. അതിൻ്റെ ഫലമായി അവൻ തൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം തന്നെ കൈവിട്ടു. മനുഷ്യൻ തൻ്റെ ഉള്ളിലെ ശക്തിയെ മറന്നപ്പോൾ അവൻ ഭയത്തിൽ ജീവിക്കാൻ തുടങ്ങി. ഭയം അവനെ സംശയത്തിലാക്കി. സംശയം അവനെ നിയന്ത്രണത്തിലേക്ക് നയിച്ചു. നിയന്ത്രണം അവനെ സംഘർഷത്തിലാക്കി. ഇങ്ങനെ സ്നേഹത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടു. എന്നാൽ സ്നേഹത്തിൻ്റെ ശക്തി ഒരിക്കലും അപ്രത്യക്ഷമായിട്ടില്ല. അത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മനുഷ്യർ അതിലേക്ക് ശ്രദ്ധ തിരിക്കാതിരുന്നതാണ് പ്രശ്നമായത്. ലോകത്തിലെ വിവിധ മതങ്ങളും ദാർശനിക ചിന്തകളും ഒരേ കേന്ദ്ര സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. വ്യത്യസ്ത ഭാഷകളിലും സംസ്കാരങ്ങളിലും അത് വ്യത്യസ്ത വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവയെല്ലാം നൽകുന്ന സന്ദേശം ഒന്നാണ്. മനുഷ്യൻ സ്നേഹത്തിൽ നിന്നകന്നപ്പോൾ അവൻ ദുരിതത്തിലായി. സ്നേഹത്തിലേക്ക് മടങ്ങുമ്പോൾ അവൻ സമാധാനം കണ്ടെത്തി. ഇതൊരു മതപരമായ ഉപദേശമല്ല, മനുഷ്യാനുഭവത്തിൻ്റെ സാരമാണ്. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു ആശയം ഉയരുന്നു. മനുഷ്യൻ സ്നേഹത്തെ ഒരു പ്രതികരണമായി കാണുന്നു. ആരെങ്കിലും നന്നായി പെരുമാറിയാൽ സ്നേഹിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമായാൽ സന്തോഷിക്കുക. എന്നാൽ സ്നേഹം ഒരു പ്രതികരണമല്ല, അതൊരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങൾ സ്നേഹാവസ്ഥയിൽ ജീവിക്കാൻ തീരുമാനിക്കുന്ന നിമിഷം പുറത്തെ സാഹചര്യങ്ങൾ നിങ്ങളുടെ അനുഭവത്തെ നിയന്ത്രിക്കുന്നത് അവസാനിക്കുന്നു. ജീവിതത്തിലെ അനീതി, വേദന, നഷ്ടം എന്നിവ സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ടല്ല ഉണ്ടാകുന്നത്.
മറിച്ച് മനുഷ്യൻ സ്നേഹത്തിൽ നിന്ന് മാറി നിന്ന് ഭയത്തിൽ ജീവിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമാണ്. മനുഷ്യൻ വീണ്ടും സ്നേഹത്തിലേക്ക് മടങ്ങുമ്പോൾ അവൻ്റെ അനുഭവം തന്നെ മാറിത്തുടങ്ങും. ഇത് ഒരു മായാജാലമല്ല, ബോധമാറ്റമാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സ്നേഹിക്കുന്നത് എന്ന ചോദ്യം തന്നെ തെറ്റാണ്. സ്നേഹം നേടാനായി തിരിച്ച് സ്നേഹം ഭാവിക്കുകയല്ല വേണ്ടത്. സ്നേഹിക്കുക എന്നത് നിങ്ങളുടെ സ്വഭാവമാണ്. നിങ്ങൾ അത് തടഞ്ഞു വെച്ചതാണ് പ്രശ്നം. ഈ തടസ്സങ്ങൾ മാറ്റുമ്പോൾ ജീവിതം സ്വാഭാവികമായി ലഘുവാകും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടതില്ല. ജീവിതത്തെ മാറ്റാൻ പുതിയ രഹസ്യങ്ങൾ തേടേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരേയൊരു കാര്യമാണ്: ഇതുവരെ അവഗണിച്ചു പോയ സത്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. കണ്ണിനു മുന്നിലുണ്ടായിരുന്ന ആ സത്യത്തിലേക്ക്. സ്നേഹം എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയല്ല. അത് നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ ശ്വാസത്തിൽ പോലും ഉണ്ടായിരുന്നു. നിങ്ങൾ അത് സാധാരണമെന്ന് കരുതി അവഗണിച്ചു. എന്നാൽ അതാണ് ഏറ്റവും അസാധാരണമായ ശക്തി. ആ ശക്തിയെ തിരിച്ചറിയുന്ന നിമിഷം ജീവിതം സ്വയം മറ്റൊരർത്ഥം കൈവരിക്കും. അങ്ങനെ മനുഷ്യന്റെ തിരിച്ചറിയലിന് ഒരു പുതിയ ദിശയുണ്ടാകുന്നു. പുറത്തേക്കുള്ള യാത്ര അവസാനിപ്പിച്ച് അകത്തേക്കുള്ള ഒരു തിരിച്ചുവരവ് സാധ്യമാകുന്നു. കാരണം മനുഷ്യൻ തേടിയതെല്ലാം അവൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അത് എപ്പോഴും അവൻ്റെ ഉള്ളിലും ചുറ്റുപാടുകളിലും ഉണ്ടായിരുന്നു. മഹാരഹസ്യം വെളിപ്പെടുന്നു. ദ ഗ്രേറ്റസ്റ്റ് സീക്രട്ട് റിവീൽഡ്. ജീവിതം എന്നാൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒരു കൂട്ടമാണെന്ന തെറ്റായ ധാരണയിലാണ് മനുഷ്യൻ നൂറ്റാണ്ടുകളായി ജീവിക്കുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമായാൽ സന്തോഷം, പ്രതികൂലമായാൽ ദുഃഖം എന്ന രീതിയിൽ മനുഷ്യൻ തൻ്റെ വികാരങ്ങളെ പുറത്തുള്ള ലോകത്തിൻ്റെ കയ്യിലേൽപ്പിച്ചു. ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പുറത്തെ സാഹചര്യങ്ങളല്ല, ഉള്ളിലെ അവസ്ഥയാണ് എന്ന അത്യന്തം ലളിതവും അതേസമയം വിപ്ലവാത്മകവുമായ ആ മഹാരഹസ്യം ഇതിലൂടെ നമുക്ക് വ്യക്തമാകും. മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അവൻ്റെ ഉള്ളിലെ വികാരാവസ്ഥയുടെ പ്രതിഫലനമാണ്. ചിന്തകൾ മാത്രമല്ല, ആ ചിന്തകളോടൊപ്പം വരുന്ന വികാരങ്ങളാണ് യഥാർത്ഥ ശക്തി. വികാരങ്ങൾ ഊർജമാണ്. ആ ഊർജം പുറത്തേക്ക് പുറപ്പെടുമ്പോൾ അതിനൊത്ത അനുഭവങ്ങൾ തന്നെ മനുഷ്യ ജീവിതത്തിലേക്ക് മടങ്ങി വരും. ഇവിടെ സ്നേഹത്തിന്റെ സ്ഥാനം നിർണായകമാണ്. സ്നേഹം ഉയർന്ന ഊർജാവസ്ഥയാണ്. സന്തോഷം, നന്ദി, സമാധാനം, കരുണ ഇവയെല്ലാം സ്നേഹത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. മനുഷ്യൻ ഈ അവസ്ഥകളിൽ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതം സ്വാഭാവികമായി ലളിതവും സമൃദ്ധവുമാകുന്നു. അതേസമയം ഭയം, കോപം, അസൂയ, കുറ്റബോധം എന്നിവ കുറഞ്ഞ ഊർജാവസ്ഥകളാണ്. അവയിൽ ജീവിക്കുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാൻ വർഷങ്ങൾ വേണ്ട. പഴയ അനുഭവങ്ങൾ തിരുത്തേണ്ടതില്ല. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കേണ്ടതുമില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യമാണ്: ഇപ്പോഴത്തെ നിമിഷത്തിൽ നിങ്ങളുടെ വികാരാവസ്ഥ മാറ്റുക. കാരണം ഇപ്പോഴത്തെ നിമിഷമാണ് നിങ്ങളുടെ ഭാവിയെ സൃഷ്ടിക്കുന്നത്. മനുഷ്യൻ തൻ്റെ ശക്തിയെ പലപ്പോഴും തെറ്റായി ഉപയോഗിക്കുന്നു. പരാതിപ്പെടുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും പേടിക്കുമ്പോഴും അവൻ തന്നെ തൻ്റെ ജീവിതത്തിൽ അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ ആകർഷിക്കുന്നു. ഇത് അവനെ ശിക്ഷിക്കുന്ന ഒരു നിയമമല്ല, ഇത് പ്രവർത്തിക്കുന്ന ഒരു നിയമമാണ്. നിങ്ങൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത്, അതിൻ്റെ പ്രതികരണമാണ് ജീവിതം. സ്നേഹം ഒരു പ്രതികരണമല്ല, ഒരു ആരംഭ ബിന്ദുവാണ്. ആദ്യം സ്നേഹത്തിൽ ജീവിക്കുക, പിന്നെ ജീവിതം മാറുന്നത് കാണുക. ഈ ക്രമത്തെ മാറ്റിയതാണ് മനുഷ്യനെ ദുരിതത്തിലാക്കിയത്. ജീവിതം മാറിയാൽ ഞാൻ സന്തോഷിക്കും എന്ന ചിന്തയ്ക്ക് പകരം ഞാൻ സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ ജീവിതം മാറും എന്ന ബോധ്യത്തിലേക്ക് സ്വയം നയിക്കുക. തൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം തൻ്റെ കൈകളിലേക്ക് തന്നെ തിരികെ വന്നുവെന്ന തിരിച്ചറിവ് സ്വയം ഉണ്ടാക്കുക. സ്നേഹത്തിൽ ജീവിക്കുന്നത് ഒരു ആഡംബരമല്ല, അത് മനുഷ്യൻ്റെ സ്വാഭാവിക അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് മടങ്ങുകയാണ് യഥാർത്ഥ രഹസ്യം. വെളിപ്പെടുത്തൽ തുടരുന്നു. ദ റിവീൽ കണ്ടിന്യൂഡ്. സ്നേഹമാണ് യഥാർത്ഥ ശക്തിയെങ്കിൽ അതിനെ എങ്ങനെ ദിനചര്യയുടെ ഭാഗമാക്കാം? സിദ്ധാന്തത്തിൽ നിന്ന് അനുഭവത്തിലേക്കുള്ള ഒരു പാലമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. സ്നേഹത്തിൽ ജീവിക്കുക എന്നാൽ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക എന്നാണെന്ന് മനുഷ്യൻ സാധാരണ കരുതുന്നു. പക്ഷേ സ്നേഹത്തിൽ ജീവിക്കുക എന്നത് ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളോടും തുറന്ന മനസ്സോടെ പ്രതികരിക്കുക എന്നതാണ്. ദുഃഖവും നഷ്ടവും പോലും സ്നേഹത്തിൻ്റെ അഭാവമല്ല, അവയോടുള്ള നമ്മുടെ പ്രതികരണമാണ് അവയെ വേദനയാക്കുന്നതും വളർച്ചയാക്കുന്നതും.
നിങ്ങൾ അനുഭവിക്കുന്ന വികാരം നിങ്ങൾ ഏത് ദിശയിലാണെന്ന് കാണിക്കുന്ന സൂചനയാണ്. നിങ്ങൾ നല്ലതായി അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ ദിശയിലാണ്. നിങ്ങൾ മോശമായി അനുഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭയത്തിൻ്റെ ദിശയിലാണ്. മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ ഈ ബോധ്യം മാത്രം മതി. മനുഷ്യൻ തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്നു. പക്ഷേ അവയെ മനസ്സിലാക്കി അവയുടെ ദിശ മാറ്റുമ്പോൾ ജീവിതം തന്നെ മാറുന്നു. ഒരു ചിന്ത മാറ്റാൻ ബുദ്ധിമുട്ടായേക്കാം, പക്ഷേ ഒരു വികാരാവസ്ഥ മാറ്റാൻ എപ്പോഴും സാധിക്കും. നന്ദിയോടെ ഒരു നിമിഷം ചെലവഴിക്കുക, കരുണയോടെ ഒരാളെ ഓർക്കുക, പ്രകൃതിയുടെ സൗന്ദര്യം ശ്രദ്ധിക്കുക. ഇതെല്ലാം സ്നേഹത്തിൻ്റെ അവസ്ഥകളിലേക്ക് മടങ്ങാനുള്ള ലളിതമായ വഴികളാണ്. സ്നേഹത്തിൽ ജീവിക്കുക എന്നത് ലോകത്തോട് കണ്ണടയ്ക്കുക എന്നല്ല, മറിച്ച് ലോകത്തെ അതിൻ്റെ മുഴുവൻ യാഥാർത്ഥ്യത്തോടും കൂടി കാണുകയും അതിനോട് പ്രതികരിക്കുമ്പോൾ സ്വന്തം ഉള്ളിലെ ശക്തി നഷ്ടപ്പെടുത്താതിരിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങൾ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ പുറത്തെ പ്രശ്നങ്ങൾ നിങ്ങളെ കീഴടക്കില്ല. മനുഷ്യൻ സ്വയം കുറ്റപ്പെടുത്തുമ്പോൾ അവൻ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു. സ്വയം അംഗീകരിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രവാഹം സ്വാഭാവികമായി തിരികെ വരുന്നു. ലോകത്തെ സ്നേഹിക്കുന്നതിനു മുമ്പ് സ്വയം സ്നേഹിക്കാൻ പഠിക്കണം എന്ന സന്ദേശം ഇവിടെ ശക്തമായി ഉയരുന്നു. ജീവിതം ഒരു പോരാട്ടമല്ല, അതൊരു ഒഴുക്കാണ്. നിങ്ങൾ അതിനെ എതിർക്കുമ്പോൾ ക്ഷീണിക്കും, അതിനൊപ്പം ഒഴുകുമ്പോൾ ലഘുവാകും. സ്നേഹമാണ് ആ ഒഴുക്കിൻ്റെ സ്വഭാവം. അതിലേക്ക് മടങ്ങുക എന്നതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ യാത്ര. മുൻപ് പറഞ്ഞ ആശയങ്ങളെല്ലാം ചേരുമ്പോൾ ഒരു പുതിയ അനുഭവം രൂപപ്പെടുന്നു. മനുഷ്യൻ തൻ്റെ ശക്തി പുറത്തല്ല അകത്താണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ജീവിതം ഒരു ഭാരമല്ലാതെ ഒരു അനുഭവമായി മാറുന്നു. നീ ഒരു സ്വപ്നത്തിലാണ്, ഇപ്പോൾ ഉണരേണ്ട സമയം. യു ആർ ഡ്രീമിംഗ്, ഇറ്റ്സ് ടൈം ടു വേക്ക് അപ്പ്. മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യമെന്നു കരുതുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ അവൻ്റെ തന്നെ മനസ്സ് സൃഷ്ടിച്ച ഒരു സ്വപ്നമാണ്. ഇതാണ് എൻ്റെ സ്വഭാവം, ഇതാണ് എൻ്റെ വിധി, ഇതിൽ നിന്ന് രക്ഷയില്ല എന്നുള്ള രീതിയിൽ നാം വിശ്വസിക്കുന്ന അനവധി ധാരണകൾ വർഷങ്ങളായി നമ്മൾ ആവർത്തിച്ച ചിന്തകളുടെ ഫലമാണ്. അവ സത്യമല്ല, അവ മനസ്സിൻ്റെ ശീലങ്ങളാണ്. പലപ്പോഴും മനുഷ്യൻ തൻ്റെ ചിന്തകളെ താൻ തന്നെ എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നു. ബാല്യത്തിൽ കേട്ട വാക്കുകളും അതിൽ നിന്ന് രൂപപ്പെട്ട ചിന്തയും സമൂഹം അടിച്ചേൽപ്പിച്ച വിശ്വാസങ്ങളും പഴയ അനുഭവങ്ങളും ചേർന്നാണ് ഈ ഞാൻ എന്ന ചിത്രം രൂപപ്പെട്ടത്. എന്നാൽ ഈ ചിത്രം മാറാനാകാത്തതാണെന്ന് വിശ്വസിച്ച നിമിഷത്തിലാണ് മനുഷ്യൻ ഉറങ്ങിപ്പോയത്. അവൻ തൻ്റെ ശക്തി മറന്ന് സ്വന്തം സൃഷ്ടികളെ തന്നെ യാഥാർത്ഥ്യമെന്ന് കരുതാൻ തുടങ്ങി. ഈ സ്വപ്നാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യൻ എപ്പോഴും പ്രതികരിക്കുകയാണ്. സംഭവങ്ങൾ അവനെ നിയന്ത്രിക്കുന്നു. ആളുകളുടെ വാക്കുകൾ അവൻ്റെ വികാരങ്ങളെ നിർണയിക്കുന്നു. സാഹചര്യങ്ങൾ അവൻ്റെ ആത്മവിശ്വാസം ഉയർത്തുകയോ തകർക്കുകയോ ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും സന്തോഷവും പുറത്തുള്ള കാര്യങ്ങൾ കൊണ്ടാണോ, അതോ അവയെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന രീതി കൊണ്ടാണോ? മനുഷ്യൻ ഉണരുന്ന നിമിഷം മുതൽ അവൻ വീണ്ടും ശക്തനാകുന്നു. ഉണരുക എന്നത് പഴയ ലോകം ഉപേക്ഷിക്കുക എന്നല്ല, മറിച്ച് ലോകത്തെ മനസ്സിൻ്റെ പഴയ കണ്ണാടികളിലൂടെയല്ലാതെ പുതുമയുള്ള ബോധ്യത്തോടുകൂടി കാണാൻ തുടങ്ങുക എന്നതാണ്. ഞാൻ ഈ ചിന്തയല്ല എന്ന ബോധ്യമാണ് ആ ഉണർവിൻ്റെ തുടക്കം. സ്നേഹത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യൻ സ്വപ്നത്തിലല്ല, കാരണം സ്നേഹം ഇപ്പോഴത്തെ നിമിഷത്തിലാണ് ജീവിക്കുന്നത്. ഭയം എപ്പോഴും കഴിഞ്ഞതിലോ ഭാവിയിലോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ഉണർന്ന അവസ്ഥയിലാണ്. എനിക്ക് ഇങ്ങനെ തന്നെ ജീവിക്കണം എന്ന വിശ്വാസത്തിൽ നിന്ന് എനിക്ക് തിരഞ്ഞെടുക്കാം എന്ന സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയാണത്. ഒരു നിശബ്ദമായ വിപ്ലവത്തിലേക്കാണ് അത് നമ്മെ നയിക്കുന്നത്. ഉണരുക എന്നത് ഒരൊറ്റ നിമിഷത്തിൽ സംഭവിക്കുന്ന ഒരു അത്ഭുതമല്ല. അത് ഓരോ ചിന്തയോടും ഇത് സത്യമാണോ എന്ന് ചോദിക്കാൻ തുടങ്ങുന്ന ഒരു ശീലമാണ്. ആ ചോദ്യം തന്നെ മനുഷ്യനെ സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കും. നിങ്ങൾ ഇതുവരെ ജീവിച്ചത് ഒരു സ്വപ്നമായിരിക്കാം, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഉണരാം. കാരണം സ്നേഹമാണ് യാഥാർത്ഥ്യം, ബാക്കിയൊക്കെ മനസ്സിൻ്റെ കഥകളാണ്. മനസ്സിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഫ്രീഡം ഫ്രം ദ മൈൻഡ്. മനസ്സിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകുന്ന ഘട്ടത്തിലേക്കാണ് ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത്. മനസ്സിനെ ശത്രുവായി ചിത്രീകരിക്കേണ്ടതില്ല.
മറിച്ച് മനസ്സ് ഒരു ഉപകരണം മാത്രമാണെന്നും അതിനെ യജമാനനാക്കി മാറ്റിയതാണ് മനുഷ്യന്റെ ദുരിതമെന്നും നമുക്കിപ്പോൾ വ്യക്തമാകുന്നുണ്ട്. മനസ്സ് എപ്പോഴും സംസാരിക്കുകയാണ്, ഓർമ്മിപ്പിക്കുന്നു, മുന്നറിയിപ്പ് നൽകുന്നു, താരതമ്യം ചെയ്യുന്നു, കുറ്റപ്പെടുത്തുന്നു. ഈ ശബ്ദത്തെ മനുഷ്യൻ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കുരുങ്ങിപ്പോകുന്നു. എന്നാൽ മനസ്സിനെ നിശബ്ദമാക്കാൻ ശ്രമിക്കേണ്ടതില്ല. അതിനെ ശ്രദ്ധിച്ചു കാണാൻ പഠിച്ചാൽ മതി. നിങ്ങൾ കാണുന്നവനാകുമ്പോൾ സ്വയം അതിൽ കുരുങ്ങുന്നില്ല. നിങ്ങൾക്ക് ഒരു ചിന്ത ഉണ്ടാകുന്നു എന്നത് ആ ചിന്ത നിങ്ങൾ തന്നെയാണെന്ന് അർത്ഥമാക്കുന്നില്ല. ആ വ്യത്യാസം തിരിച്ചറിയുന്ന നിമിഷമാണ് സ്വാതന്ത്ര്യത്തിന്റെ തുടക്കം. ചിന്തകൾ വരും പോകും. നിങ്ങൾ അവയെ പിടിച്ചു നിർത്തുകയും നിങ്ങൾ തന്നെയാക്കി മാറ്റുകയും ചെയ്യുമ്പോഴാണ് അവ വേദനയായി മാറുന്നത്. വികാരങ്ങളുടെ കാര്യത്തിലും ഇതേ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. വികാരങ്ങൾ അടിച്ചമർത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ടതില്ല. അവയെ അനുഭവിക്കൂ, പക്ഷേ അവയിൽ സ്വയം നഷ്ടപ്പെടുത്തരുത്. സ്നേഹത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അവയെ കാണുമ്പോൾ വികാരങ്ങൾ തന്നെ മൃദുവാകുന്നു. കാരണം സ്നേഹം എല്ലാത്തിനെയും സ്വീകരിക്കുന്നതാണ്, അതിനെതിരെ പോരാടുന്നതല്ല. യഥാർത്ഥ സ്വാതന്ത്ര്യം പുറത്തെ നിയന്ത്രണങ്ങളിൽ നിന്ന് മോചിതനാകുന്നതല്ല, ഉള്ളിലെ നിയന്ത്രണങ്ങളിൽ നിന്ന് മോചിതനാകുന്നതാണ്. ഒരാൾ നിങ്ങളെ പ്രശംസിക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ അത് നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയെ നിർണയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനാണ്. സാഹചര്യങ്ങൾ മാറുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ സമാധാനം നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനാണ്. സ്നേഹത്തെ അന്തിമ ഭയമായി കാണുക. മനസ്സ് വിഭജിക്കുന്നു, സ്നേഹം ഒന്നിപ്പിക്കുന്നു. മനസ്സ് ഭയത്തിലൂടെ ജീവിക്കുന്നു, സ്നേഹം വിശ്വാസത്തിലൂടെയും. അതിനാൽ മനസ്സിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക എന്നത് സ്നേഹത്തിലേക്ക് മടങ്ങുക എന്നതിൻ്റെ മറ്റൊരു രൂപമാണ്. ഈ സാഹചര്യത്തിൽ ആഴമുള്ള ഒരു ശാന്തത അനുഭവപ്പെടും. ജീവിതം ഇത്രയും സങ്കീർണമാക്കിയത് ആരാണെന്ന് ഒരു വ്യക്തത വരും. മനസ്സിനെ എല്ലാത്തിനുമപ്പുറം ഉയർത്തിയതിലൂടെ നമ്മൾ തന്നെയാണ് അത് ചെയ്തത്. എന്നാൽ ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിനെ യജമാനനാക്കാതെ ഒരു ഉപകരണമാക്കി മാറ്റാം. ഈ ചിന്ത മനുഷ്യനെ തൻ്റെ തന്നെ അകത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യ യാത്രയിലേക്ക് നയിക്കുന്നു. ഉണരുക, പിന്നെ മോചിതനാകുക. അവ സാധിച്ചാൽ ജീവിതം ഒരു പോരാട്ടമല്ലാതെ സ്നേഹത്തിൻ്റെ സ്വാഭാവിക പ്രകടനമായി മാറും. വികാരങ്ങളുടെ ശക്തി മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് ദ പവർ ഓഫ് ഫീലിങ്സ്. മനുഷ്യൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗൗരവമില്ലാതെ കാണുന്ന ഘടകങ്ങളാണ് വികാരങ്ങൾ. ചിന്തകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും, തീരുമാനങ്ങളെക്കുറിച്ച് വിലയിരുത്തും, പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യും. എന്നാൽ ഇവ എല്ലാത്തിനെയും നയിക്കുന്ന ആന്തരിക ശക്തിയായ വികാരങ്ങളെ പലപ്പോഴും അവഗണിക്കും. എന്നാൽ പലപ്പോഴും ഈ അവഗണനയെ ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം മനുഷ്യന്റെ ജീവിതത്തെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്നത് അവൻ്റെ വികാരങ്ങളാണ്. വികാരങ്ങൾ വെറും പ്രതികരണങ്ങളല്ല, അവ സന്ദേശങ്ങളാണ്. നിങ്ങൾ ഏത് ദിശയിലാണ് ജീവിക്കുന്നത് എന്ന് അറിയിക്കുന്ന സൂചകങ്ങൾ. നിങ്ങൾക്ക് സ്വയം സന്തോഷത്തോടെ, ലഘുവായി, സമാധാനത്തോടെ അനുഭവപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ പാതയിലാണ്. നിങ്ങൾക്ക് സ്വയം മാനസികമായി ഭാരമുള്ളവരായി, അസ്വസ്ഥരായി, പേടിയോടെ സ്വയം അനുഭവപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഭയത്തിൻ്റെ പാതയിലാണ്. ഇതൊരു നൈതിക വിധിയല്ല, ഒരു സൂചനാ സംവിധാനമാണ്. മനുഷ്യൻ പലപ്പോഴും തൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ തോന്നരുത്, ഇത് തെറ്റായ വികാരമാണ് എന്ന് സ്വയം പറഞ്ഞ് അടിച്ചമർത്തുന്നു. പക്ഷെ വികാരങ്ങളെ അടിച്ചമർത്തുന്നത് അവയെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അവയെ കൂടുതൽ ശക്തമാക്കുന്നു. വികാരങ്ങളെ മനസ്സിലാക്കി അവയെ വഴികാട്ടികളായി ഉപയോഗിക്കുമ്പോഴാണ് അവ മനുഷ്യനെ മോചിപ്പിക്കുന്നത്. വികാരങ്ങളും ആകർഷണ നിയമവും തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ചിന്തകൾ ഒരു ദിശ നിർദ്ദേശിക്കുമ്പോൾ വികാരങ്ങളാണ് അതിലേക്ക് ഊർജം നൽകുന്നത്. ഒരേ ചിന്ത രണ്ടുപേർക്കുണ്ടായാലും അവരനുഭവിക്കുന്ന വികാരങ്ങൾ വ്യത്യസ്തമായാൽ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് എന്നതാണ് നിങ്ങൾ എന്താണ് ആകർഷിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനം. സ്നേഹത്തിൻ്റെ വികാരാവസ്ഥയെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നന്ദി, സന്തോഷം, സമാധാനം, കരുണ, ആത്മസന്തോഷം, ഇവ എല്ലാം സ്നേഹത്തിൻ്റെ വ്യത്യസ്ത പ്രകടനങ്ങളാണ്. ഈ അവസ്ഥകളിൽ ജീവിക്കുന്ന മനുഷ്യൻ സ്വാഭാവികമായി തൻ്റെ ജീവിതത്തിലേക്ക് നല്ല അനുഭവങ്ങൾ ക്ഷണിക്കുന്നു. ഇതൊരു കഠിന ശ്രമമല്ല, സ്വാഭാവികമായ ഒഴുക്കാണ്. നിങ്ങളുടെ വികാരങ്ങളെ ഭയപ്പെടരുത്. അവ നിങ്ങളെ നിയന്ത്രിക്കുന്ന ശത്രുക്കളല്ല,
അവ നിങ്ങളുടെ അകത്തെ ജ്ഞാനത്തിൻ്റെ ശബ്ദമാണ്. അവയെ കേൾക്കാൻ പഠിക്കുന്ന നിമിഷം മുതൽ ജീവിതം കൂടുതൽ വ്യക്തവും ലഘുവും ആയി തുടങ്ങും. നെഗറ്റീവ് വികാരങ്ങളുടെ അവസാനം, ദ എൻഡ് ഓഫ് നെഗറ്റീവ് ഫീലിംഗ്സ്. മനുഷ്യനെ ഏറ്റവും അധികം അലട്ടുന്ന ചോദ്യം ഇതാണ്: നെഗറ്റീവ് വികാരങ്ങളിൽ നിന്ന് എങ്ങനെ മോചിതനാക്കാം? കോപം, ദുഃഖം, കുറ്റബോധം, അസൂയ, പേടി ഇവ ജീവിതത്തിൻ്റെ ഭാഗമാണോ അതോ ഒഴിവാക്കാനാകുന്നവയാണോ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. നെഗറ്റീവ് വികാരങ്ങൾ മനുഷ്യൻ്റെ സ്വഭാവമല്ല, അവ മനുഷ്യൻ്റെ ശ്രദ്ധ തെറ്റിയതിൻ്റെ ഫലമാണ്. നെഗറ്റീവ് വികാരങ്ങൾക്കെതിരെ പോരാടേണ്ടതില്ല, അവയെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതുമില്ല. കാരണം പോരാട്ടം തന്നെയാണ് അവയ്ക്ക് ഊർജം നൽകുന്നത്. നെഗറ്റീവ് വികാരങ്ങൾ അകറ്റപ്പെടുന്നത് സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെയാണ്. ഇരുട്ടിനെ നീക്കാൻ ഇരുട്ടുമായി പോരാടേണ്ടതില്ല, വെളിച്ചം തെളിയിച്ചാൽ മതി. ശ്രദ്ധ എന്ന ആശയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യൻ എന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അതാണ് അവൻ്റെ അനുഭവമായി മാറുന്നത്. ഒരു നഷ്ടത്തിൽ മുഴുകിയാൽ ദുഃഖം വളരും. ഒരു കുറ്റത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കുറ്റബോധം ശക്തമാകും. എന്നാൽ അതേ നിമിഷത്തിൽ നന്ദിയിലേക്ക്, സ്വീകരണത്തിലേക്ക്, സ്നേഹത്തിലേക്ക് ശ്രദ്ധ മാറ്റുമ്പോൾ നെഗറ്റീവ് വികാരങ്ങൾ സ്വാഭാവികമായി ശമിക്കുന്നു. വികാരങ്ങളെ മനുഷ്യൻ്റെ ശത്രുക്കളായി ചിത്രീകരിക്കേണ്ടതില്ല, മറിച്ച് അവയെ തെറ്റായ ദിശകളിലേക്കുള്ള മുന്നറിയിപ്പുകളായി കാണുന്നു. അവ പറയുന്നത് ഒരേയൊരു കാര്യം മാത്രമാണ്: നീ ഇപ്പോൾ സ്നേഹത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. ഈ സന്ദേശം മനസ്സിലാക്കുന്ന നിമിഷം മുതൽ നെഗറ്റീവ് വികാരങ്ങളോടുള്ള പോരാട്ടം തന്നെ അവസാനിക്കുന്നു. അവനവനോട് തന്നെ ക്ഷമിക്കുക എന്നതിന് പ്രാധാന്യമുണ്ട്. മനുഷ്യൻ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ശ്രമിക്കുമ്പോഴും സ്വയം ക്ഷമിക്കാൻ തയ്യാറാകില്ല. മനസ്സിനകത്തുള്ള ഈ കുറ്റപ്പെടുത്തലാണ് നെഗറ്റീവ് വികാരങ്ങളുടെ സ്ഥിരമായ ഉറവിടം. സ്വയം സ്നേഹത്തോടെ കാണാൻ തുടങ്ങുമ്പോൾ ഈ കുറ്റബോധത്തിൻ്റെ ചങ്ങലകൾ പതുക്കെ പൊട്ടുന്നു. നെഗറ്റീവ് വികാരങ്ങൾ സ്ഥിരമായി നിലനിൽക്കേണ്ടതില്ല. അവ നിങ്ങൾ തന്നെയല്ല, അവ ഒരു അവസ്ഥ മാത്രമാണ്. ആ അവസ്ഥ മാറ്റാനുള്ള ശക്തി എപ്പോഴും നിങ്ങളുടെ കൈവശമുണ്ട്. സ്നേഹത്തിലേക്ക് മടങ്ങുന്ന നിമിഷത്തിൽ നെഗറ്റീവ് വികാരങ്ങൾക്ക് അന്ത്യമുണ്ടാകുന്നു. ഈ ചിന്തകൾ മനുഷ്യനെ വികാരങ്ങളുടെ അടിമ എന്ന അവസ്ഥയിൽ നിന്ന് വികാരങ്ങളുടെ ബോധമുള്ള ഉപയോക്താവാക്കി മാറ്റുന്നു. വികാരങ്ങളെ മനസ്സിലാക്കുകയും അവയെ സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന നിമിഷം മുതൽ ജീവിതം കൂടുതൽ ശാന്തവും അർത്ഥവത്തും ആയി തുടങ്ങും. ദുഃഖത്തിന് ഇനി അവസാനം, നോ മോർ സഫറിങ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖം ഒഴിവാക്കാനാകാത്ത ഒന്നാണെന്ന ധാരണ വളരെ ആഴത്തിൽ വേരൂന്നിയതാണ്. ജീവിതം അങ്ങനെയല്ലേ എന്നൊരു വാക്കിൽ മനുഷ്യൻ തൻ്റെ വേദനയെ ന്യായീകരിച്ചു. എന്നാൽ ദുഃഖം ജീവിതത്തിൻ്റെ സ്വാഭാവിക നിയമമല്ല, അത് മനുഷ്യൻ്റെ ബോധത്തിലെ ഒരു തെറ്റിദ്ധാരണയുടെ ഫലമാണ്. മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയുടെ വലിയൊരു ഭാഗം സംഭവങ്ങളിൽ നിന്നല്ല, സംഭവങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ ചിന്തകളിൽ നിന്നാണ്. നഷ്ടം, പരാജയം, നിരാസം ഇവയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായേക്കാം. പക്ഷേ അവ ദീർഘകാല ദുഃഖമായി മാറുന്നതും നൈമിഷികമായ ഒരു സാഹചര്യം മാത്രമാകുന്നതും മനുഷ്യൻ അവയെ എങ്ങനെ അകത്തേക്ക് സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സ്നേഹത്തിൽ നിന്നകന്ന് ഭയത്തിൽ ജീവിക്കുന്ന നിമിഷത്തിലാണ് വേദന ദുഃഖമായി മാറുന്നത്. മനുഷ്യൻ തൻ്റെ വേദനയെ എൻ്റെ കഥയാക്കി മാറ്റുമ്പോൾ അവൻ അതിനെ വീണ്ടും വീണ്ടും അനുഭവിക്കുന്നു. പഴയ സംഭവങ്ങളെ ഓർത്ത് വിഷമിക്കുക, എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് ഉള്ളിൽ ആവർത്തിക്കുക, ഇതെല്ലാം ദുഃഖത്തെ നിലനിർത്തുന്ന പ്രവണതകളാണ്. എന്നാൽ വേദന ഒരു അനുഭവം മാത്രമാണെന്നും അത് നിങ്ങളല്ലെന്നും തിരിച്ചറിയുന്ന നിമിഷം ദുഃഖത്തിൻ്റെ പിടി അയയുന്നു. സ്നേഹം വേദന ഇല്ലാതാക്കുന്നില്ല, പക്ഷേ വേദനയെ ദുഃഖമാക്കി മാറ്റുന്ന പ്രക്രിയ അവസാനിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഒരു അനുഭവത്തെ കാണുമ്പോൾ അതൊരു ശിക്ഷയല്ല, ഒരു പഠനമായി മാറുന്നു. ഈ മാറ്റമാണ് മനുഷ്യനെ ദുഃഖചക്രത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ദുഃഖത്തെ നിഷേധിക്കണമെന്ന് പറയുന്നില്ല, കരയരുത്, വിഷമിക്കരുത് എന്നും പറയാനാവില്ല. മറിച്ച് ദുഃഖത്തിൽ മുഴുകി അതിനെ ജീവിതത്തിൻ്റെ സ്ഥിരാവസ്ഥയാക്കരുത്. വികാരങ്ങൾ വരട്ടെ പോകട്ടെ, പക്ഷേ അവയിൽപ്പെട്ട് സ്വയം തിരിച്ചറിയാതെ പോകരുത്. ഞാൻ ഇതെല്ലാം തനിയെ സഹിക്കണം എന്ന ചിന്ത തെറ്റാണെന്ന ആശ്വാസം ഈ ചിന്തയിലൂടെ ലഭിക്കുന്നു. ദുഃഖം അവസാനിപ്പിക്കാനുള്ള ശക്തി പുറത്തെവിടെയോ അല്ല, മനുഷ്യൻ്റെ ചിന്താഗതിയിലുള്ള മാറ്റത്തിലാണ്. സ്നേഹത്തിലേക്ക് തിരിയുന്ന ഓരോ നിമിഷവും ദുഃഖത്തിന് ഒരു അവസാനം തന്നെയാണ്.
പരിമിത വിശ്വാസങ്ങൾ ലയിപ്പിക്കുക. ഡിസോൾവിംഗ് ലിമിറ്റഡ് ബിലീവ്സ്. മനുഷ്യനെ ഏറ്റവും അധികം തടയുന്നത് പുറത്തെ സാഹചര്യങ്ങളല്ല, ഉള്ളിലെ വിശ്വാസങ്ങളാണ്. ഈ അദൃശ്യ തടസ്സങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ എപ്പോഴും തിരിയുന്നത്. മനുഷ്യൻ എനിക്ക് കഴിയില്ല, എനിക്ക് ഭാഗ്യമില്ല, ഞാൻ ഇങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ അവ വാസ്തവങ്ങളല്ല, വർഷങ്ങളായി ആവർത്തിച്ച വിശ്വാസങ്ങളാണ്. വിശ്വാസങ്ങൾ പലപ്പോഴും ചിന്തകളേക്കാൾ ശക്തമായ ഘടകങ്ങളാകുന്നു. ഒരു ചിന്ത വരികയും പോകുകയും ചെയ്യാം, പക്ഷേ ഒരു വിശ്വാസം സ്ഥിരമായി നിലനിൽക്കുമ്പോൾ അത് മനുഷ്യന്റെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും അവബോധമില്ലാതെ തന്നെ നിയന്ത്രിക്കുന്നു. ഈ നിയന്ത്രണമാണ് മനുഷ്യനെ പരിമിതനാക്കുന്നത്. പരിമിത വിശ്വാസങ്ങൾ പലപ്പോഴും ബാല്യത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ, സമൂഹത്തിന്റെ പ്രതീക്ഷകൾ, പഴയ പരാജയങ്ങൾ ഇതെല്ലാം ചേർന്ന് മനുഷ്യൻ തൻ്റെ കഴിവിനെക്കുറിച്ച് ഒരു ചുരുങ്ങിയ ചിത്രം വരയ്ക്കുന്നു. പിന്നീട് അവൻ ആ ചിത്രത്തിനുള്ളിൽ മാത്രം ജീവിക്കാൻ തുടങ്ങുന്നു. അത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമല്ല, മനസ്സിൻ്റെ പതിവാണ്. പരിമിത വിശ്വാസങ്ങളെ നേരിട്ട് തകർക്കാൻ ശ്രമിക്കുമ്പോൾ സ്നേഹം ശക്തമാകാം. പക്ഷേ സ്നേഹത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അവയെ നോക്കുമ്പോൾ അവ സ്വാഭാവികമായി ലയിക്കുന്നു. കാരണം സ്നേഹം വിപുലമാണ്, പരിമിതികൾ അതിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല. നിങ്ങൾക്ക് ഇതാണ് എൻ്റെ പരിമിതി എന്ന് തോന്നുന്നതെല്ലാം നിങ്ങൾ സ്വീകരിച്ച ഒരു ആശയത്തെ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കാം. ആ ആശയം ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകുന്ന നിമിഷം പുതിയ സാധ്യതകൾ തുറക്കപ്പെടുന്നു. മനുഷ്യന്റെ സ്വഭാവത്തെ ഒരു തുറന്ന ആകാശവുമായി ഉപമിക്കാം. വിശ്വാസങ്ങൾ മേഘങ്ങളാണ്. ചിലത് ഇരുണ്ടതായിരിക്കാം, ചിലത് ഭാരം കൂടിയതായിരിക്കാം. പക്ഷേ ആകാശം ഒരിക്കലും മേഘങ്ങളാൽ പരിമിതമാകുന്നില്ല. അതുപോലെ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം അവന്റെ വിശ്വാസങ്ങളാൽ പരിമിതമാകുന്നില്ല. അവയെ മാറ്റാനോ ലയിപ്പിക്കാനോ കഴിയുന്ന ശക്തി എപ്പോഴും അവന്റെ കൈവശമുണ്ട്. നിങ്ങൾ പരിമിതനല്ല, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചു എന്നതാണ് സത്യം. ആ വിശ്വാസത്തിൽ നിന്ന് വിടുതൽ നേടുന്ന നിമിഷം ജീവിതം പുതിയ രൂപത്തിൽ തുറന്നു വരും. സ്നേഹമാണ് ആ മാറ്റത്തിന്റെ ആധാരം. മനുഷ്യനെ ദുഃഖത്തിൽ നിന്നും പരിമിതികളിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു ബോധപാത തുറക്കുന്നു. ഇനി മനുഷ്യനെ സ്ഥിരമായ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ശാശ്വതമായ സന്തോഷം, എവർലാസ്റ്റിംഗ് ഹാപ്പിനെസ്. മനുഷ്യൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും ഏറ്റവും കുറച്ച് വിശ്വസിക്കുന്നതുമായ ഒരു ആശയമാണ് ശാശ്വതമായ സന്തോഷം. സന്തോഷം ഒരു നിമിഷം മാത്രം നിലനിൽക്കുന്ന അനുഭവമാണെന്നും അതിനു പിന്നാലെ ദുഃഖം വരുമെന്നും മനുഷ്യൻ ഏറെക്കാലമായി വിശ്വസിച്ചു വരുന്ന ഒരു ചിന്താരീതിയാണ്. എന്നാൽ സന്തോഷം താൽക്കാലികമാകുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ സ്വാഭാവിക അവസ്ഥ തന്നെ സന്തോഷമാണെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? മനുഷ്യൻ സന്തോഷത്തെ ഒരു പ്രതികരണമായി തെറ്റിദ്ധരിച്ചതാണ്. ഇത് സംഭവിച്ചാൽ ഞാൻ സന്തോഷിക്കും, അത് കിട്ടിയാൽ ഞാൻ തൃപ്തനാകും എന്ന രീതിയിൽ മനുഷ്യൻ സന്തോഷത്തെ പുറത്തെ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ചു. ഈ ബന്ധമാണ് സന്തോഷത്തെ അസ്ഥിരമാക്കിയത്. പുറത്തെ ലോകം മാറുന്ന നിമിഷം സന്തോഷവും മാറി. എന്നാൽ യഥാർത്ഥ സന്തോഷം ഒരു ഫലമല്ല, ഒരു അവസ്ഥയാണ്. സ്നേഹത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യൻ സന്തോഷത്തിനായി പരിശ്രമിക്കേണ്ടതില്ല. അത് സ്വാഭാവികമായി ഉയർന്നു വരുന്നതാണ്. കാരണം സ്നേഹം വിഭജിക്കുന്നില്ല, താരതമ്യം ചെയ്യുന്നില്ല, കുറവുകൾ എണ്ണുന്നില്ല. സ്നേഹം ഇപ്പോഴത്തെ നിമിഷത്തിൽ പൂർണ്ണമായി നിലകൊള്ളുന്നു. ആ നിമിഷത്തിൽ സന്തോഷം ഒരു ആശയമല്ല, അതൊരു അനുഭവമാണ്. ദുഃഖവും സന്തോഷവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കണം. സന്തോഷത്തിൻ്റെ വിരോധി ദുഃഖമല്ല, സന്തോഷത്തിൻ്റെ വിരോധി ഭയമാണ്. ഭയം ഭാവിയിലേക്കോ കഴിഞ്ഞതിലേക്കോ മനുഷ്യനെ വലിച്ചിഴയ്ക്കുന്നു. സന്തോഷം ഇന്നിലാണ് ജീവിക്കുന്നത്. അതിനാൽ ഭയത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് തിരിയുന്ന ഓരോ നിമിഷവും സന്തോഷത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. നിങ്ങൾക്ക് സന്തോഷം പിടിച്ചു നിർത്തേണ്ടതില്ല, അതിനെ നിലനിർത്താൻ കഠിനമായി ശ്രമിക്കേണ്ടതുമില്ല. സന്തോഷം നിലനിൽക്കാത്തത് നിങ്ങൾ സ്നേഹത്തിൻ്റെ ഒഴുക്കിൽ നിന്ന് മാറിപ്പോയതുകൊണ്ടാണ്. ആ ഒഴുക്കിലേക്ക് തിരികെ വന്നാൽ സന്തോഷം തന്നെ സ്ഥിരാവസ്ഥയായി മാറും. ശാശ്വതമായ സന്തോഷം അസാധ്യമായ ഒരു സ്വപ്നമല്ല, അത് മനുഷ്യൻ്റെ സ്വാഭാവിക അവസ്ഥയാണ്. നിങ്ങൾ സന്തോഷം അന്വേഷിക്കുന്നത് നിർത്തി സ്നേഹത്തിൽ ജീവിക്കാൻ തുടങ്ങുന്ന നിമിഷം സന്തോഷം നിങ്ങളെ തേടിയെത്തും. ലോകത്ത് എല്ലാം ശരിയാണ്. ദ വേൾഡ് ഓൾ ഈസ് വെൽ. മനുഷ്യൻ ലോകത്തെ നോക്കുമ്പോൾ പലപ്പോഴും ഭയത്തോടെയാണ് നോക്കുന്നത്.
യുദ്ധങ്ങൾ, ദുരിതങ്ങൾ, അനീതി, അസമത്വം ഇതെല്ലാം അവനെ ആശങ്കപ്പെടുത്തുന്നു. ലോകം ശരിയായ ദിശയിലല്ല എന്നൊരു വിശ്വാസം മനുഷ്യന്റെ ഉള്ളിൽ പതുക്കെ വളരുന്നു. ഈ ആന്തരിക ഭയത്തെയാണ് നേരിട്ട് അഭിമുഖീകരിക്കേണ്ടത്. ലോകം നമ്മൾ കാണുന്നത് പോലെ മാത്രമാണ്. ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം നമ്മുടെ ഉള്ളിലെ അവസ്ഥയുടെ പ്രതിഫലനമാണ്. ഭയത്തോടെ നോക്കുമ്പോൾ ലോകം ഭീഷണിയായി തോന്നും. സ്നേഹത്തോടെ നോക്കുമ്പോൾ അതേ ലോകം അർത്ഥവത്തായി മാറും. ഇതൊരു അവഗണനയല്ല, ചിന്താ മാറ്റമാണ്. മനുഷ്യന്റെ വ്യക്തിഗത അവസ്ഥയും ആഗോള അവസ്ഥയും തമ്മിലുള്ള ബന്ധം പ്രസക്തമാണ്. ഒരാൾ തൻ്റെ ഉള്ളിൽ സമാധാനം കണ്ടെത്തുമ്പോൾ അവൻ്റെ ലോകവും സമാധാനകരമാകുന്നു. ഇത് ലോകത്തെ ഒറ്റയ്ക്ക് മാറ്റുമെന്ന അവകാശവാദമല്ല, പക്ഷേ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലെ അവസ്ഥയാണ് ലോകാനുഭവത്തെ രൂപപ്പെടുത്തുന്നത്. പ്രതീക്ഷ എന്ന ആശയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രതീക്ഷ വെറും ആശ്വാസവാക്കല്ല, അത് സ്നേഹത്തിൻ്റെ തന്നെ ഒരു രൂപമാണ്. ലോകം നശിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ ഭയത്തിൽ ജീവിക്കുന്നു. ലോകം വളരുകയാണെന്ന്, പഠിക്കുകയാണെന്ന്, മാറുകയാണെന്ന് കാണുന്ന മനുഷ്യൻ സ്നേഹത്തിൽ ജീവിക്കുന്നു. ഈ രണ്ടിൽ ഏതാണ് നിങ്ങളുടെ അനുഭവത്തെ നിയന്ത്രിക്കുന്നത് എന്നതാണ് ചോദ്യം. ലോകത്തെ മാറ്റാനുള്ള ഉത്തരവാദിത്തം മനുഷ്യന്റെ ചുമലിലാണെന്നല്ല, മറിച്ച് ലോകത്തെക്കുറിച്ചുള്ള തൻ്റെ സമീപനം മാറ്റാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. ലോകം ശരിയാകണം എന്ന ആവശ്യം വിട്ട് എല്ലാം ഇപ്പോൾ ശരിയാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലെ പോരാട്ടം അവസാനിക്കുന്നു. ആ നിമിഷത്തിലാണ് യഥാർത്ഥ സമാധാനം ആരംഭിക്കുന്നത്. കാരണം ലോകം നിങ്ങളുടെ ശത്രുവല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയുടെ പ്രതിഫലനമാണ്. നിങ്ങൾ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ലോകവും നിങ്ങളോട് അതേ ഭാഷയിൽ പ്രതികരിക്കും. ഇത്തരം ചിന്തകൾ മനുഷ്യനെ വ്യക്തിഗത സന്തോഷത്തിൽ നിന്ന് ആഗോള സമാധാനത്തിലേക്കുള്ള ഒരു ചിന്താപാലത്തിലൂടെ നടത്തിക്കുന്നു. എല്ലാത്തിനും അർത്ഥം നൽകുന്ന ഒരൊറ്റ സത്യത്തിലേക്ക് എത്തുകയാണിവിടെ. ജീവിതത്തിൻ്റെ ശക്തി, ദ പവർ ഓഫ് ലൈഫ്. മനുഷ്യർ സ്വയം അവൻ്റെ സ്വാഭാവിക നിലയിലേക്ക് തിരികെ വരികയാണ് വേണ്ടത്. നമ്മൾ സ്നേഹത്തിൻ്റെ ശക്തിയെ പല തലങ്ങളിൽ കണ്ടുകഴിഞ്ഞു. വ്യക്തിഗത ബന്ധങ്ങളിൽ, ആരോഗ്യത്തിൽ, സമൃദ്ധിയിൽ, സന്തോഷത്തിൽ, ലോകത്തെ കാണുന്ന രീതിയിൽ. ഇവയ്ക്കെല്ലാം അടിത്തറയാകുന്നത് ഒരൊറ്റ സത്യമാണ്: സ്നേഹം തന്നെയാണ് ജീവിതം. മനുഷ്യൻ ജീവിതത്തെ പലപ്പോഴും ഒരു പോരാട്ടമായി കണ്ടു. നിലനിൽക്കാൻ, നേടാൻ, തെളിയിക്കാൻ, ജയിക്കാൻ ജീവിതം ഒരു തുടർച്ചയായ പരിശ്രമമാണെന്ന ധാരണ അവനെ തളർത്തി. എന്നാൽ ജീവിതം നിങ്ങളെ എതിർക്കുകയല്ല, പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അതിനെ എതിരാളിയായി കാണുമ്പോഴാണ് പോരാട്ടം തുടങ്ങുന്നത്. ജീവിതത്തിൻ്റെ ശക്തി എന്നത് ഒരു അദൃശ്യ ആശയമല്ല, അത് ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയമിടിപ്പിലും പ്രവർത്തിക്കുന്ന ശക്തിയാണ്. നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നതും, ശരീരം സ്വയം സുഖപ്പെടാൻ ശ്രമിക്കുന്നതും, മനസ്സ് പുതിയ പ്രതീക്ഷകൾ സൃഷ്ടിക്കുന്നതും ഇതെല്ലാം തന്നെ ആ ശക്തിയുടെ തെളിവുകളാണ്. മനുഷ്യൻ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവൻ അതിൽ നിന്ന് അകലം പാലിക്കുന്നത്. ജീവിതം നമ്മെ പരീക്ഷിക്കുകയാണെന്നും കഷ്ടപ്പാടുകൾ നമ്മെ ശിക്ഷിക്കുകയാണെന്നും ഉള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. എന്നാൽ ജീവിതം ശിക്ഷിക്കുന്നില്ല, അത് പ്രതികരിക്കുകയാണ്. മനുഷ്യൻ ഭയത്തിൽ ജീവിക്കുമ്പോൾ ജീവിതം അതേ ഭയം അനുഭവമായി തിരികെ നൽകുന്നു. മനുഷ്യൻ സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ ജീവിതം അതേ സ്നേഹം അവസരങ്ങളായി, ബന്ധങ്ങളായി, സമാധാനമായി തിരിച്ചു നൽകുന്നു. നിങ്ങൾ ജീവിതത്തെ ശരിയാക്കേണ്ടതില്ല, ജീവിതം ഇതിനകം തന്നെ ശരിയാണ്. നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ ഒഴുക്കിനെ എതിർക്കാതിരിക്കുക എന്നതാണ്. നിയന്ത്രണം വിട്ടുകൊടുക്കുന്നത് പരാജയമല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ അടയാളമാണ്. ജീവിതം നിങ്ങളെ വഞ്ചിക്കില്ലെന്ന ഉറച്ച ബോധ്യത്തിലേക്കാണ് ഈ ചിന്ത നമ്മെ നയിക്കുന്നത്. ഓരോ ദിവസവും ജീവിതത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുക. സംഭവങ്ങൾ ഇഷ്ടമല്ലാത്തതായാലും അതിനെതിരെയുള്ള ഉള്ളിലെ പ്രതികരണം സ്നേഹത്തിലാക്കുക. കാരണം സംഭവത്തേക്കാൾ ശക്തമാണ് അവയെക്കുറിച്ചുള്ള നിങ്ങളുടെ സമീപനം. ജീവിതത്തിൻ്റെ ശക്തി പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലെ പ്രതികരണത്തിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് കൂടുതൽ വേണം എന്ന മനോഭാവത്തിൽ നിന്ന് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് എന്ന ബോധത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറണം. നന്ദി ഒരു വിനയം മാത്രമല്ല, അത് സ്നേഹത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ പ്രകടനമാണ്. നന്ദിയുള്ള മനുഷ്യൻ ജീവിതത്തെ അതേ രീതിയിൽ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. സ്വീകരിക്കാൻ തയ്യാറാകുന്നിടത്തേക്കാണ് ജീവിതത്തിൻ്റെ ഒഴുക്ക് ശക്തമായി വരുന്നത്. നിങ്ങൾ വലിയ തത്വചിന്തകനാകേണ്ടതില്ല, ആത്മീയ ഗുരുവാകേണ്ടതില്ല. നിങ്ങൾ ഒരു സാധാരണ മനുഷ്യനായി സ്നേഹത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ മതി.
അതാണ് ജീവിതത്തിൻ്റെ ശക്തിയുമായി പൊരുത്തപ്പെടുന്ന ഏക വഴി. ജീവിതം നിങ്ങളെ പരീക്ഷിക്കുന്നില്ല, ജീവിതം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അതിനെ തിരിച്ചറിയുന്ന നിമിഷം മുതൽ പോരാട്ടം അവസാനിക്കുകയും ഒഴുക്ക് ആരംഭിക്കുകയും ചെയ്യും. ദ പവർ എന്ന പുസ്തകം ഇവിടെ അവസാനിക്കുന്നില്ല. വായനക്കാരൻ്റെ ജീവിതത്തിൽ അതിൻ്റെ യഥാർത്ഥ തുടക്കം ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.